ലോക ചരിത്രത്തിൽ വിപ്ലവം തീർത്ത അറബികളുടെ പിതാവാണ് സയ്യിദുനാ ഇസ്മായിൽ അലൈഹിസ്സലാം. ആ വാപ്പയാണ് ഈ മകൻ. അവരുടെ ഉമ്മയാണ് സയ്യിദത്തുനാ ഹാജറ റളിയല്ലാഹു അൻഹ എന്ന മഹദി. ഇതാണ് തവക്കുലിന്റെ സന്ദേശം. മക്കളുടെ വിജയമെന്ന് പറയുന്നത് തവക്കുലിന്റെ വിജയമാണ്. കുടുംബജീവിതത്തിന്റെ വിജയമെന്ന് പറയുന്നത് തവക്കുലിന്റെ വിജയമാണ്. പടച്ചോനെ എത്രത്തോളം ഏൽപ്പിച്ചിട്ടുണ്ട് അതിനനുസരിച്ചാണ് കാര്യങ്ങൾ നടക്കുക എന്നർത്ഥം. അതുകൊണ്ട് ഹിജ്റയുടെ സന്ദേശത്തിൽ നിന്ന് കുടുംബജീവിതവും ഹിജ്റയുടെ സന്ദേശത്തിൽ നിന്ന് പാരന്റിങ്ങും എല്ലാം നമ്മൾ പഠിച്ചെടുക്കണം. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെതായി അറിയപ്പെട്ട ഒരു ദുആ ഉണ്ട്. മക്കൾക്ക് വേണ്ടി ഏറ്റവും നന്നായി ദുആ ചെയ്തു എന്ന് ചരിത്രം രേഖപ്പെടുത്തിയ ആളാണ് സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാം. മുഹമ്മദ് നബി പറഞ്ഞിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇബ്രാഹിമാണ് എൻ്റെ വാപ്പ അലൈഹിസ്സലാം. നബി തങ്ങൾക്ക് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇബ്നുൽ ദബീഹൈൻ എന്നൊരു പേരുണ്ട്. അറുക്കപ്പെട്ട രണ്ട് വാപ്പാരുടെ മകൻ എന്നൊരു പേരുണ്ട് നബിക്ക്. 99 പേരുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക്. എന്തെങ്കിലും ഉണ്ടായിരിക്കണേ. 99 പേരുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക്. അതൊക്കെ പറഞ്ഞാൽ മതി, പക്ഷെ ഞാൻ പറയുമ്പോൾ മാത്രം പോരാന്ന് മാത്രം. ഒച്ചടണമെന്നൊന്നുമില്ല, ചുണ്ടനങ്ങണം. അത് നോക്കുന്നുണ്ട് ഞാൻ. നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ഞാൻ അപ്പം നിങ്ങളെല്ലാവരും നോക്കണില്ല. എല്ലാവരും നോക്കുന്നുണ്ട്, എല്ലാവരും നോക്കുന്നുണ്ട്. ഈ ബോക്സിൻ്റെ മറവിൽ 1-2 ആൾക്കാരുണ്ട്, ഓലെ മാത്രം കാണുന്നില്ല, ബാക്കി എല്ലാവരും കാണുന്നുണ്ട്. അടുക്കിട്ട് നോക്കിയല്ല. സദസ്സൊക്കെ നല്ല ഉഷാറാണ്, ഒരു കുഴപ്പമില്ല, സെറ്റാണ്. ഒരു യാനബി നമ്മളെല്ലാവരും ഒന്ന് മനസ്സറിഞ്ഞ് എല്ലാവരെ ഒന്നുകൂടി സെറ്റാവും. ചെല്ലല്ലേ? യാനബി സലാം അലൈക്കും, യാ റസൂൽ സലാം അലൈക്കും, യാ ഹബീബ് സലാം അലൈക്കും, സ്വലവാത്തുല്ലാഹ് അലൈക്കും. ഇങ്ങോട്ട് നോക്കണം എല്ലാവരും. ബഹുമാനപ്പെട്ട സയ്യിദുനാ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെതായി അറിയപ്പെട്ട ഒരു ദുആ ഉണ്ട്. മക്കൾക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ ദുആരുന്ന ആളാണ് ഇബ്രാഹിം നബി എന്നാണ് ചരിത്രം അടയാളപ്പെടുത്തിയത്. അതിൽപ്പെട്ടൊരു ദുആയാണ് റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുറത അയുനിൻ വജ്അൽനാ ലിൽ മുത്തഖീന ഇമാമാ. ഈ ദുആ വഇബാദുർ റഹ്മാനില്ലദീന യംശൂന അലൽ അർദി ഹൗന എന്ന് ഓതി തുടങ്ങുന്ന ആയത്തുകൾ ഇവിടെ തുടർച്ചയിൽ കാണാം. സയ്യിദുനാ ഇബ്രാഹിം നബി അലൈഹിസ്സലാം മക്കൾക്ക് വേണ്ടി തോരുന്ന വേറൊരു ദുആ ഉണ്ട് ഖുർആനിലെ. റബ്ബി ലാ തുഹ്സിനി ഹീന യുബ്അസൂൻ യൗമ ലാ യൻഫഉ മാലും വലാ ബനൂൻ ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. മക്കൾക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ തോരുന്ന ആളാണ് സയ്യിദുനാ ഇബ്രാഹിം. അതുകൊണ്ട് തന്നെ നബി തങ്ങൾ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇബ്രാഹിം എൻ്റെ വാപ്പയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. 2 അറുക്കപ്പെട്ട വാപ്പാരുടെ മകൻ എന്ന് നബി തങ്ങൾക്കൊരു പേരുണ്ട്. ഒരു അറുക്കപ്പെട്ട ആള് മഹാനായ സയ്യിദുനാ ഇസ്മായിൽ അലൈഹിസ്സലാമാണ്. ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനെ ഇബ്രാഹിം നബി അറുക്കാൻ കൊണ്ടുപോയി. പാറക്കല്ലിൻ്റെ അടുത്തെത്തിയിട്ട് വാപ്പ മോനോട് പറഞ്ഞു, മോനെ നിന്നെ അറുക്കണമെന്ന് അള്ളാഹു സ്വപ്നത്തിലൂടെ എനിക്ക് വഹ്യ് നൽകിയിട്ടുണ്ട്, മോനെ എന്താണ് നിന്റെ അഭിപ്രായം എന്ന് ചോദിച്ചു. അപ്പോൾ മകൻ പറഞ്ഞു, യാ ബതിഫ് അൽ മാ തുമർ, വാപ്പ നിങ്ങളോട് അള്ളാഹുവിൻ്റെ കൽപ്പന എന്താണോ അത് നിങ്ങൾ പ്രവർത്തിക്കണം. സതജിദുനി ഇൻഷാ അല്ലാഹു മിനസ് സാബിരീൻ, ഞാൻ ക്ഷമിച്ചു കൊള്ളാമെന്ന് പറഞ്ഞു. മുഅ്മിനീങ്ങൾ എല്ലാവരും ചിന്തിക്കണേ, ഈ ചോദ്യോത്തരം നേരത്തെ പഠിപ്പിക്കപ്പെട്ടതല്ല.
അതായത് ഉമ്മ ഹാജറ ബീവി ഇസ്മായിലിനോട്, മോനെ എൻ്റെ വാപ്പ എന്നെ അറക്കാൻ കൊണ്ടുപോട്ടോ, അങ്ങനെ കാട്ടിക്ക് കൊണ്ടുപോയി ഒരു പാറക്കല്ലിൻ്റെ അടുത്തെത്തിയാൽ നിന്നെ അറുക്കണമെന്ന് അള്ളാഹു എനിക്ക് വഹി നൽകിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ വാപ്പ നിങ്ങൾ അർത്തോളി, ഞാൻ ക്ഷമിച്ചോളാം എന്ന് പറഞ്ഞോളോണ്ടു, കുഴപ്പമൊന്നുമില്ല, കുറച്ച് കഴിയുമ്പോത്തിന് ജിബ്രീൽ ആടിനേറ്റ് വരും എന്ന് ഉമ്മ പറഞ്ഞു കൊടുത്തിട്ടില്ല. നേരത്തെ സെറ്റ് ചെയ്ത ചോദ്യത്തിലല്ല. ഞമ്മക്കിപ്പോൾ ഒരാളെടുത്ത് തങ്ങൾ വാപ്പാനെ കാണാൻ വേണ്ടിയിട്ട് കുട്ടിനെ കൊണ്ടുപോകുമ്പോൾ തങ്ങൾ വാപ്പ എന്ത് ചോദിച്ചാലും ഉത്തരം പറഞ്ഞോളൂണ്ട് കേട്ടോ എന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റും. എന്നാൽ ഇത് സെറ്റ് ചെയ്ത ചോദ്യത്തിലല്ല. ഇസ്മായിൽ അലൈഹി സ്വലാം ചെറിയ കുട്ടിയാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഈ ചോദ്യം ചോദിച്ചപ്പോൾ വാപ്പ നിങ്ങൾ അർത്തോളി, ഞാൻ ക്ഷമിച്ചോളാം എന്ന് പറയാനുണ്ടായ കാരണം വാപ്പാന്റെ ഗുണം വാപ്പാക്കുണ്ടായപ്പോൾ മകന്റെ ഗുണം മകനുണ്ടായതാണ്. നിങ്ങൾക്ക് മനസ്സിലായാലും വേണ്ടില്ല, മനസ്സിലായില്ലെങ്കിലും വേണ്ടില്ല. വാപ്പാന്റെ ഗുണം വാപ്പാക്കുണ്ടായപ്പോൾ മകന്റെ ഗുണം മകനുണ്ടായതാണ്. അതുകൊണ്ടാണ് മുത്തുനബി പറഞ്ഞത് അനഫി മില്ലത്തി അബി ഇബ്രാഹിം, ഞാൻ എൻ്റെ വാപ്പയായ ഇബ്രാഹിമിന്റെ മാർഗത്തിലാണ്. ഞാൻ എൻ്റെ വാപ്പയായ ഇബ്രാഹിമിന്റെ മാർഗത്തിലാണ് എന്ന ഹദീസിനെ നമ്മുടെ മലബാർ ഭാഷയിലേക്ക് കൊണ്ടുവന്നാൽ അതിൻ്റെ അർത്ഥം ഇനി ഞാൻ പറയും പോലെ. എന്താ അതിൻ്റെ അർത്ഥം? ഇന്റെ വാപ്പ ആരാന്നറിയാൻ എനിക്ക് ഇബ്രാഹിമാണ്, ആലോചിച്ച് കഴിച്ചോളുണ്ടോ എന്നാണ് അതിൻ്റെ അർത്ഥം. ഇതിനെ മലയാളത്തേക്ക് നമ്മളെ മലബാർ ഭാഷയിലേക്ക് അതിന് കൊടുന്നാൽ അതിൻ്റെ അർത്ഥം അതാണ്. മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇബ്രാഹിം നബിയെ കൊണ്ട് അഭിമാനം പറഞ്ഞു. എന്താ കാരണം? വാപ്പാന്റെ ഗുണാണ് മക്കൾക്ക് ഉണ്ടാകുക എന്നതാണ് കാരണം. അൽ വലദു സിർറു അബീഹി എന്നാണ്, പിതാവിന്റെ സ്വകാര്യമാകുന്നു മകൻ അല്ലെങ്കിൽ മകൾ എന്നാണ്. മകൻ എന്ന് പറയുന്നത് മകൾ അതിൽ പെടാത്തതുകൊണ്ടല്ല, അറബി ശൈലി അനുസരിച്ച് പുരുഷനെ മുന്തിച്ചു പറയുന്നതാണ് അറബിയിലുള്ള ഒരു ശൈലി. അതുകൊണ്ട് അങ്ങനെ പറയാണ്. മകൻ എന്ന് പറഞ്ഞിടത്തൊക്കെ മകളും ബാധകമാണ്. മോനായാലും മോളായാലും വാപ്പാന്റെ ഗുണാണ് മക്കൾക്ക് ഉണ്ടാകുക. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ ഗുണം എന്താണ്? മുത്തുനബിയുടെ ഗുണം. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ ഗുണം എന്താണ്? സിദ്ദീഖുൽ അക്ബറിന്റെ ഗുണം. ഈ ഉമ്മത്തിൽ ആദ്യമായി പ്രഭാഷണം നടത്തിയ ആൾ അബൂബക്കർ സിദ്ദീഖാണ് റളിയല്ലാഹു അൻഹു. പ്രസംഗം എന്നുള്ള അർത്ഥത്തിൽ ആദ്യമായിട്ട് ഈ ഉമ്മത്തിൽ പ്രസംഗിച്ച ആള് മഹാനായ സയ്യിദുന അബൂബക്കർ സിദ്ദീഖാണ് റളിയല്ലാഹു അൻഹു. നബി തങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലത്താണ് അത് സംഭവിച്ചത്. ഒരിക്കൽ മുസ്തഫ നബിയോട് ചോദിച്ചു, നബിയെ നമ്മൾ ഈ പറയുന്നത് സത്യമല്ലേ എന്ന് ചോദിച്ചു. ആണ് കാരണം നമുക്കൊരു പൊതുയോഗം നടത്തല്ലേ ചോദിച്ചു. അന്നേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വകാര്യത്തിൽ ദീനീ പ്രബോധനം നടത്തുന്ന കാലഘട്ടമാണ്. നമുക്കൊരു പൊതുയോഗം നടത്തുക എന്ന് പറഞ്ഞു. നബി തങ്ങൾ പറഞ്ഞു, അതൊന്നും ഇപ്പോൾ വേണ്ട, നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ പ്രസംഗിച്ചോളാറുണ്ട്. അങ്ങനെ നമുക്ക് അങ്ങനെ താല്പര്യം ഉണ്ടെങ്കിൽ ആയിക്കോട്ടെ പറഞ്ഞിട്ട് അങ്ങനെ കഅബയുടെ അടുക്കൽ ഒരു പൊതുയോഗം വെച്ചു എന്നൊക്കെ പറഞ്ഞാൽ ദാറുൽ അസ്ഹറിന്റെ വാവാട് ഉസ്താദിന്റെ അനുസ്മരണം പോലെ തോന ആള് വന്നിട്ടുണ്ടാവും, പന്തലുണ്ടാവും എന്നൊന്നും വിചാരിക്കണ്ട കേട്ടോ. അന്നാകെ ഇസ്ലാമിൽ 60 ആൾക്കാരുണ്ട്. 60 ചില്ലാനം ആളുകളാണ് ആകുള്ളത്. അതിനനുസരിച്ചുള്ളൊരു പൊതുയോഗം എന്തായാലും അത് തീരുമാനിച്ചു. മഹാനായ സയ്യിദുനാ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു പ്രഭാഷകനായി എത്തി. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പ്രസംഗിച്ചു. പ്രസംഗം കേട്ടപ്പോ ഖുറൈശികൾക്ക് എതിർപ്പ് കൂടി. അവർ മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിനെ ഇങ്ങോട്ട് പോരി, എന്നാലേ ആൾക്കാർ ഇങ്ങോട്ട് നോക്കുള്ളൂ. ഇന്നെ നോക്കണം കേട്ടോ. നിങ്ങളെടുക്കാൻ നോക്കണ ചാനൽ ഞാൻ നോക്കും. അതാണ് ഇവിടുത്തെ പരിപാടി. അതാണ് നോട്ടമില്ലാതെ വയറില്ല. ഇവിടെ എന്നല്ല എവിടെയും പറയില്ല നോക്കാത്ത വയറ്. അതുകൊണ്ട് ഇങ്ങോട്ട് നോക്കിയാൽ ഞാൻ കടലാസുകൾ പോലും കൈ പിടിക്കാത്തത് നിങ്ങളിൽ നിന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ കടലാസുകൾ നോക്കണ ആ നേരങ്ങളിൽ നിന്ന് നോക്കാതിരിക്കുമല്ലോ, അതും കൂടി വേണ്ട എഴുതിയിട്ടാണ്. അതുകൊണ്ട് ഇങ്ങോട്ട് നോക്കിയേ പറ്റുള്ളൂ. ആണുങ്ങൾ കേട്ടോ, പെണ്ണുങ്ങൾ പിന്നെ ഓല വയ്ക്കുക എന്താ വെച്ചാൽ ആവട്ടെ, ഒച്ചടാൻ ഞാൻ മതി.
أنت تطلع بيننا في الكواكب كالبدور بل وأشرف منه يا سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع الأبطحي والحبيب العربي. മുഅ്മിനീങ്ങളെ, അങ്ങനെ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു പ്രസംഗം തുടങ്ങി. പ്രസംഗം കേട്ടപ്പോൾ ഖുറൈശികൾക്ക് ദേഷ്യം വന്നു. കാരണം ആ പ്രസംഗം മദ്ഹുൻ നബി ആയിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് കേട്ടാലും നല്ലോണം വീറൊടിച്ച. അങ്ങനെയാണ്. ഇനിയിപ്പോൾ റബീഉൽ അവ്വൽ വരികയാണ്. ഇനിയിപ്പോൾ മുഹറമായല്ലോ. സഫർ ഉണ്ടാവുമ്പോൾ തന്നെ തുടങ്ങും മുഹമ്മദ് നബി സാധാരണ മനുഷ്യൻ തന്നെയാകുന്നു. നബി തങ്ങളെ മദ്ഹ് കേട്ടാലാണ് ഏറ്റവും വീറേരിയ. ഏതായാലും സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പ്രഭാഷണം തുടങ്ങി. വിഷയം മദ്ഹുൻ നബി ആയിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. ഏറിട്ടി സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ഏറ് കിട്ടി, അടി കിട്ടി. അവസാനം മഹാനായ സിദ്ദീഖുൽ അക്ബർ ബോധരഹിതനായി വീണു. അപ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കുടുംബക്കാർ ഓടി വന്നു. സംഗതി അങ്ങനെയൊക്കെ ആയാലും കുടുംബത്തിനൊന്നും വലിയ പ്രാധാന്യം ഉണ്ടായിരുന്നു. മഹാനവറുകളുടെ കുടുംബക്കാർ ഓടി വന്നു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ എടുത്ത് വീട്ടിൽ കൊണ്ടുപോയപ്പോൾ ബോധമുണ്ടായിരുന്നില്ല. അന്ന് വെള്ളം ഇറങ്ങണില്ല, നേരങ്ങത്തിൽ ശ്വാസം വലിക്കാൻ പറ്റണില്ല. സിദ്ദീഖിന്റെ കുടുംബം ഈ അടിയിൽ സിദ്ദീഖ് വഫാത്താകുമെന്ന്, മരണപ്പെടുമെന്ന് വിചാരിച്ചു. അതാണ് അപ്പോഴത്തെ അവസ്ഥ, ബോധമില്ല. അതുകൊണ്ട് അവർ യോഗം ചേർന്ന് തീരുമാനിച്ചതിന് ശേഷം കഅബയുടെ അടുക്കൽ വന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു, ഈ അസുഖത്തിൽ സിദ്ദീഖ് മരണപ്പെട്ടാൽ അതിന് പകരമായി ശൈബത്തിനെ കൊല ചെയ്യുന്നതാണ് പ്രഖ്യാപിച്ചു. ഖുറൈശികളിലെ വളരെ പ്രധാനപ്പെട്ട ഒരു നേതാവായിരുന്നു ശൈബത്ത്. പ്രഖ്യാപനമൊക്കെ നടത്തി. ഓല് വീട്ടിലെത്തിയപ്പോ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് ബോധം വന്നിട്ടുണ്ട്. ബോധം വന്ന ഉടനെ ആദ്യമായിട്ട് ചോദിച്ചു, മുഹമ്മദ് എവിടെ ഉള്ളതെന്ന് ചോദിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ കുടുംബക്കാർക്ക് ഈറടിച്ചു. ആകെ വലിയ എടുത്തോടുന്ന ഈ ചോദ്യം ഇല്ലാതിരിക്കാൻ. ഈറടിച്ചപ്പോ പറഞ്ഞു, സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ അമ്മാട് പറഞ്ഞു, ചെറുക്കന് തിന്നാൻ എന്തെങ്കിലും കൊടുത്താൽ ഞങ്ങൾ പോവുകയാണ്, നോക്കാനാവില്ല അറിഞ്ഞാണ്ട് ഓലെല്ലാവരും പോയി. ഉമ്മ ഭക്ഷണവുമായി സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ ചെന്നപ്പോ മഹാനായ സിദ്ദീഖുൽ അക്ബർ പറഞ്ഞു, ഞാൻ ഭക്ഷണം കഴിക്കണമെങ്കിൽ മുഹമ്മദിന്റെ വിവരം കിട്ടണം എന്ന് പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിൽ ഉമ്മ ചോദിച്ചു, ഞാൻ ഈ നട്ടപ്പാതിരിക്ക് എവിടുന്ന് വിവരം കിട്ടാനാന്ന് ചോദിച്ചു. അതിൽ പറഞ്ഞു, ഖത്താബിന്റെ മകൾ ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ സഹോദരി ഫാത്തിമയുടെ അടുക്കൽ പോയാൽ വിവരമറിയാം എന്ന് പറഞ്ഞു. അങ്ങനെ വടിയും കുത്തിപ്പിടിച്ച് രാത്രിയിലെ വടി കുത്തിപ്പിടിച്ചെന്നൊക്കെ ഒരു സംഗതി പറയുമ്പോഴുള്ള ചൊറുക്കാണ് കേട്ടോ. എവിടെ ഉസ്താദെ വടി കുത്തിപ്പിടിച്ചു എന്ന് ഏത് കിതാബിലാ പറഞ്ഞെന്ന് ചോദിക്കരുതേ. ഒരു വിഷയം, ഒരു ചരിത്രം പറയുമ്പോൾ അതിൻ്റെ ഒരു ചൊറുക്കുണ്ടല്ലോ. അങ്ങനെ രാത്രിയിലെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഇപ്പൊ ഒന്നും പറയാൻ നിർവാഹമില്ല, അതുകൊണ്ടാണല്ല, ഒന്നും ഉണ്ടായിട്ടല്ല. അങ്ങനെയാണ് സംഗതി. ചൊറുക്കിനിങ്ങനെ പറയുമ്പോ എന്തായാലും രാത്രി സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ അമ്മ ഇറങ്ങിയിട്ട് ഖത്താബിന്റെ വീട്ടിൽ പോയി ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ പെങ്ങൾ ഫാത്തിമനെ കണ്ടു. മുഹമ്മദിന്റെ വിവരം എന്താന്ന് ചോദിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം. അതില് പറഞ്ഞു, ഇപ്പൊ അങ്ങനെ പറയാൻ പറ്റിയതല്ല, പറയാൻ കഴിയൂല, അതിന് കിട്ടിയില്ലെങ്കിൽ എൻ്റെ കുട്ടി ഭക്ഷണം കഴിക്കൂല, ഒപ്പം മരിച്ചു പോകും എന്ന് പറഞ്ഞു. നിങ്ങൾക്ക് സമ്മതമാണെങ്കിൽ ഞാൻ നിങ്ങളൊപ്പാണ്ട് പോരാറുണ്ട്. അന്ന് പോരുന്നു. അങ്ങനെ രണ്ടാം കൂടി വന്നു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഫാത്തിമയോട് ചോദിച്ചു, മുഹമ്മദിന്റെ വിവരം എന്താണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ പറഞ്ഞു, അർഖമിന്റെ വീട്ടിൽ സുരക്ഷിതനാണ് എന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു, ഞാൻ നബിനെ കണ്ടിട്ടല്ലാതെ ഭക്ഷണം കഴിക്കൂല, അതുവരെ വിവരം കിട്ടിയാൽ കഴിക്കുന്നായിരുന്നു, അപ്പൊ ഇനി കണ്ടിട്ടേ ഭക്ഷണം കഴിക്കുള്ളൂ പറഞ്ഞു. അങ്ങനെ രണ്ടാളും കൂടി സിദ്ദീഖ് റളിയല്ലാഹു അൻഹു താങ്ങി പിടിച്ച് നബി തങ്ങളുടെ അടുത്തേക്ക് കൊണ്ടുപോവാണ്. ഇതെന്താ പറഞ്ഞാൽ നിങ്ങള്, ഈ ഉമ്മത്തിൽ ആദ്യമായി പ്രഭാഷണം നടത്തിയ ആള് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖാണ്. എന്നാൽ ഈ ഉമ്മത്തിൽ സ്ത്രീകളുടെ കൂട്ടത്തിൽ ആദ്യമായി പ്രസംഗിച്ച ആള് ആയിഷത്തു സിദ്ദീഖയാണ്. ബാപ്പാന്റെ ഗുണാണ് മക്കൾക്ക് ഉണ്ടാകുക എന്ന് പറയാനാണ് ഞാനത് പറഞ്ഞത്.
അന ഫീ മില്ലത്തി അബീ ഇബ്രാഹീം, ഞാൻ ഇബ്രാഹീമിന്റെ മാർഗത്തിലാണ് എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ടാമത്തെ അറുക്കപ്പെട്ട ആള് ഈ അബ്ദുൽ മുത്തലിബിന് ആദ്യം മക്കളുണ്ടായിരുന്നില്ല. അബ്ദുൽ മുത്തലിബ് തൻ്റെ പിതാവിൻ്റെ കൂടെ, പിതാവിൻ്റെ സഹോദരൻ്റെ കൂടെ മക്കയിലേക്ക് താമസം മാറിയതാണ്. അദ്ദേഹത്തിന് മക്കളുണ്ടായിരുന്നില്ല. അവർ പാപ്പാപ്പാരായിട്ട് വലിയ പൈസക്കാരാണ്, സമ്പന്നരാണ്. അബ്ദുൽ മുത്തലിബ് അദ്ദേഹത്തിന് മക്കളുണ്ടായിരുന്നില്ല. അങ്ങനെ അദ്ദേഹം ഇങ്ങനെ കഅബയുടെ അടുത്ത് ചെന്ന് പല ദുആകളും നീർച്ചകളും ഒക്കെ നടത്തി. എന്തായിട്ടും കുട്ടികളില്ല, ഇനിയൊരിക്കലും കുട്ടികളുണ്ടാവില്ല എന്ന് ഉറപ്പുമായി. അപ്പോൾ ഒരു ദുആ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇനി എനിക്കൊരു കുട്ടി ഉണ്ടാകുകയില്ല, ആ കുട്ടിനെ ഞാൻ അറുക്കും എന്ന് പറഞ്ഞു. അങ്ങനെ 13 മക്കളാണ് ഉണ്ടായി. വേറെ അഭിപ്രായത്തിൽ 16 മക്കളുണ്ടായി അബ്ദുൽ മുത്തലിബിന്. അതിലെ ചെറിയ മകനാണ് അബ്ദുള്ള എന്ന് പറയുന്ന മോൻ, മുത്തുനബിയുടെ വാപ്പ സല്ലല്ലാഹു അലൈഹി വസല്ലം. 13 മക്കൾ അല്ലെങ്കിൽ 16 മക്കളുണ്ടായ സാഹചര്യത്തിൽ ഒരിക്കൽ അബ്ദുൽ മുത്തലിബ് മക്കളെ വിളിച്ചുകൂട്ടിയിട്ട് പറഞ്ഞു, കുട്ടികളെ, വാപ്പാക്കൊരു നീർച്ച ഉണ്ടായിരുന്നു. എന്തേ വെച്ച്, ഞാൻ എനിക്ക് കുട്ടികളില്ലാത്തൊരു കാലത്ത് ഇങ്ങനെ ഒരു നീർച്ച, അള്ളാഹ്ക്ക് വേണ്ടിയിട്ട് എനിക്ക് കുട്ടി ഉണ്ടായാലും ഒരു കുട്ടീനെ അർക്കൊന്ന് നീർച്ചയാക്കിയിട്ടുണ്ട്, എന്തപ്പോ കാട്ടാന്ന് ചോദിച്ചപ്പോ 16 മക്കളും പറഞ്ഞു ഞങ്ങൾ അർത്തോളി പറഞ്ഞു. 16 ആളും പറഞ്ഞു ഞങ്ങൾ അർത്തോളി പറഞ്ഞു. എല്ലാവർക്കും സമ്മതമാണ്. ഇനിയിപ്പോൾ എന്താ കാട്ടുക എന്നുള്ള പ്രശ്നമായപ്പോൾ അവസാനം നറുക്കിടാൻ തീരുമാനിച്ചു. അങ്ങനെ നറുക്കിട്ടപ്പോൾ കിട്ടിയത് അബ്ദുള്ളാന്റെ നറുക്കാണ്. അപ്പൊ ബാക്കിയുള്ള മക്കൾ പറഞ്ഞു അബ്ദുള്ളാനെ അറുക്കണ്ട, ഒന്ന് ചെറിയ മോനാണ്, 2 കൂട്ടത്തിൽ ഏറ്റവും ഭംഗിയുള്ള ആളാണ്, അതിന് പകരം വേറെ ആരെങ്കിലും അറുത്തോളി പറഞ്ഞു. രണ്ടാമത് നറുക്കിട്ടു, കിട്ടിയത് അബ്ദുള്ളാന്റെ നറുക്കാണ്. അപ്പോഴും പറഞ്ഞു എല്ലാരും ഒന്നുങ്ങെടുത്താൽ 3 ഒന്നും കൂടി ഇട്ടോക്ക് പറഞ്ഞു. 3ാമത് നറുക്കിട്ടു, അപ്പോഴും കിട്ടിയത് അബ്ദുള്ളാന്റെ നറുക്കാണ്. ഇനിയിപ്പോ എന്താ കാട്ടുക? എല്ലാരും പറഞ്ഞു അറക്കാൻ പറ്റൂല, നാട്ടുകാരും പറഞ്ഞു അറക്കാൻ പറ്റൂല. അങ്ങനെ അവസാനം അക്കാലത്ത് ജീവിച്ചിരുന്ന പൂർവകാല വേദങ്ങൾ പഠിച്ച ഒരു പുരോഹിതന്റെ അടുക്കൽ പരിഹാരം നിർദ്ദേശിക്കാൻ വേണ്ടി പോയി. അദ്ദേഹം ഒരു പരിഹാരം നിർദ്ദേശിച്ചു. ഈ അമ്പെടുക്കുക എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ട്. അതായത് ഒരു പാത്രത്തിൽ ഈ നറുക്കെടുക്കുന്നതിന്റെ ഒരു പഴയ രീതിയാണ് ഇത് അമ്പെടുക്കൽ. ഒരു പാത്രത്തിൽ അബ്ദുള്ളാന്റെ പേര് എഴുതിയ ഒരു അമ്പിടുക. അതേ പാത്രത്തിൽ 10 ഒട്ടകങ്ങളെ ഒരു ഭാഗത്ത് ഇങ്ങനെ മാറ്റി നിർത്തിയിട്ട് 10 ഒട്ടകങ്ങൾ എന്ന് എഴുതിയ ഒരു അമ്പൂടുക. എന്നിട്ട് അതിങ്ങനെ ഇളക്കിയിട്ട് അമ്പെടുക്കുമ്പോ ഒട്ടകങ്ങളുടേത് കിട്ടിയാൽ ഒട്ടകം 10 ഇറക്കുക, അബ്ദുള്ളാനെ ഒഴിവാക്കുക. അബ്ദുള്ളാൻ്റെത് കിട്ടിയെന്ന് വിചാരിക്കുക, എന്നാൽ ഒട്ടകം 10 കൂടി കൂട്ടുക, 20 ഒട്ടകാക്കുക, എന്നിട്ട് ആയിക്കെന്ന് നറുക്കിടുക. അങ്ങനെ 10 കൂട്ടിക്കൊണ്ടുവരിക എന്ന് അദ്ദേഹം തീരുമാനം പറഞ്ഞു. ഈ തീരുമാനം അനുസരിച്ച് 10 ഒട്ടകങ്ങളെയും അബ്ദുള്ളാനെയും നിർത്തിയിട്ട് അമ്പും എഴുതി പാത്രത്തിലിട്ട് ഇളക്കിയിട്ട് എടുത്തു. അബ്ദുള്ളാന്റെ കിട്ടി. 10 കൂടി കൂട്ടി വീണ്ടും ഇട്ടു, അബ്ദുള്ളാന്റെ കിട്ടി. അങ്ങനെ പൗപ്പത്ത് കൂട്ടി 100 ഒട്ടകം തികഞ്ഞപ്പോൾ ഒട്ടകത്തിന്റെ നറുക്ക് കിട്ടി. 100 ഒട്ടകത്തെ അറുത്ത് ദാനം ചെയ്തു. ഇതാണ് രണ്ടാമത് അറുക്കപ്പെട്ട ആൾ എന്ന് പറഞ്ഞ മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതാവ് അബ്ദുള്ളയാണ്. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്, അനന്നബിയു ലാ കദിബ് അനബ്നു അബ്ദുൽ മുത്തലിബ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അനന്നബിയു യുദ്ധസമയത്താണ് പറഞ്ഞത്. നിങ്ങൾ എന്താ എന്നെ പറ്റി മനസ്സിലാക്കിയത് എന്നാണ് അതിന്റെ മലയാളം. അനന്നബിയു ലാ കദിബ്, ഞാൻ നബിയാണ്, നുണ പറയല്ല. അനബ്നു അബ്ദുൽ മുത്തലിബ്, ഞാൻ അബ്ദുൽ മുത്തലിബിന്റെ മകനാകുന്നു. ഇതാണ് വാപ്പ. ഇനി അത് വാപ്പ മാത്രല്ല കേട്ടോ, വാപ്പാന്റെ ഗുണം ഉണ്ടാവും, വാപ്പാന്റെ ഗുണം ഉണ്ടാവും, വാപ്പാന്റെ ഗുണം ഉണ്ടാവും. സയ്യിദുനാ മുഹമ്മദ് ഇബ്നു ഇദ്രീസ് ശാഫഈ റളിയല്ലാഹു അൻഹുവിന്റെ പേര് മുഹമ്മദ് എന്നാണ്, വാപ്പാന്റെ പേര് ഇദ്രീസ് എന്നാണ്. ശാഫഈ മാനവറുകളുടെ വല്ലിപ്പയാണ്. വല്ലിപ്പാന്റെ ഗുണം ഉണ്ടാവും പേരക്കുട്ടിയൊക്കെ, വാപ്പാന്റെ ഗുണം മാത്രല്ല വല്ലിപ്പാന്റെ ഗുണം ഉണ്ടാവും തന്നെ.
ബഹുമാനപ്പെട്ട ഖിദർ അലൈഹിസ്സലാമും മൂസ നബി അലൈഹിസ്സലാമും കൂടി യാത്ര ചെയ്ത സംഭവം അൽ കഹ്ഫിലുണ്ട്. മതില് നന്നാക്കി കൊടുത്തു. അപ്പോൾ ഖിദർ അലൈഹിസ്സലാമിനോട് മൂസ നബി എന്തിനാ മതില് നേരാക്കിയെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ആ മതിലിന്റെ താഴെ യതീം കുട്ടികളുടെ മുതലുണ്ട്. വക്കാന അബൂഹുമാ സ്വാലിഹാ, പോലെ വാപ്പൊരു നല്ല മനുഷ്യനായിരുന്നു എന്ന് പറഞ്ഞു. അതാണ് വാപ്പ. വാപ്പാന്റെ ഗുണാണ് മക്കൾക്ക് ഉണ്ടാവുക. അതാണ് അൽ വലദു സിർറു അബീഹി എന്ന് പറഞ്ഞത്. വാപ്പാന്റെ സ്വകാര്യമാകുന്നു മക്കൾ. ഇത് ഇതേമാതിരി തന്നെയാണ് ഉമ്മാന്റെ കാര്യം എടുത്താൽ. ഉമ്മാന്റെ ഗുണാണ് പിന്നെ കുട്ടിയൊക്കെ ഉണ്ടാകുക. ചരിത്രത്തിൽ അറിയപ്പെട്ട ഒരുപാട് ആളുകളെ പരിശോധിച്ചാൽ ഉമ്മമാര് മനസ്സറിഞ്ഞു നോക്കിയതാണ്. മഹാനായ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ വിജയത്തിന്റെ രഹസ്യം, ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു 7ാമത്തെ വയസ്സിൽ ഖുർആൻ ഹാഫിളായി. 9ാമത്തെ വയസ്സിൽ മാലിക് ഇമാമിന്റെ മുവത്ത ഹദീസ് കാണാതെ പഠിച്ചു. 11ാമത്തെ വയസ്സിൽ ദർസ് നടത്താനും ഫത്വ കൊടുക്കാനും തുടങ്ങി. 11ാമത്തെ വയസ്സിൽ ദർസും ഫത്വയും തുടങ്ങി. 11ാമത്തെ വയസ്സ് എന്ന് പറഞ്ഞാല് നമ്മളെ കുട്ടികൾ 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന പ്രായമാണ്. അത് പറയണത് എന്തിനാ വെച്ചാല് ഏതാണ് ആ ഏജ് എന്നൊന്ന് മനസ്സിക്ക് വരാൻ വേണ്ടിയിട്ടാണ്. ശ്രദ്ധിക്കാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ എൻ്റെ പ്രസംഗം? ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. ബക്കറ്റ് വരി, കനത്തിലുള്ള ബക്കറ്റ് വരി നടക്കുന്നുണ്ട് എന്നാണ് പറഞ്ഞത് BC ഇബ്രാഹിം. അതുകൊണ്ട് എല്ലാവരും കായടിക്കും, ഈശ കൈയടി. ഇവിടെ ദാറുൽ അസ്ഹറിന്റെ പ്രധാനപ്പെട്ട ഒരു വരുമാന മാർഗം കൂടിയാണ് ഈ ഉറൂസ് എന്ന് പറഞ്ഞത്. വാവാട് ഉസ്താദ് ജീവിതകാലത്ത് വളരെയധികം ഇഷ്ടപ്പെടുകയും താല്പര്യപ്പെടുകയും ചെയ്ത ഒരു സ്ഥാപനം. നിങ്ങളിന്ന് കായ് വാങ്ങിയിട്ട് തന്നെ നടത്തുക. അതുകൊണ്ട് എൻ്റെ പ്രസംഗം കഴിഞ്ഞാൽ പൈസ ബക്കറ്റിലിട്ടൊന്നും മതിയാവില്ല, കൊടുക്കേണ്ടി വരും. അത് തൽക്കാലം നമ്മളെ ഈ മൈക്കും സ്റ്റേജും ഈ ക്യാമറയും ഈ സാലിം പൈസയും അങ്ങനെയൊക്കെയുള്ള കുറച്ച് ചിലവുകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നടന്നു പോകാനുള്ള അത് അതിനുള്ളത് അതിലിട്ടുക. മറ്റേത് നിങ്ങൾ വേറെ വല്ല സ്ലിപ്പൊക്കെ തരും, ഇതേമാതിരത്തിലുള്ള സ്ലിപ്പൊക്കെ തരും. ഒരു വർഷം ഒരു കുട്ടിയുടെ ചിലവ് 35,000 രൂപയാണ് കൊടുക്കേണ്ടി വരും. 6 മാസമാകുമ്പോൾ 18,000 രൂപയാണ് കൊടുക്കേണ്ടി വരും. ചുരുങ്ങിയത് 10 ദിവസമെങ്കിലും കൊടുക്കേണ്ടി വരും. അതിന് കഴിയാത്തൊരു ചാക്ക് അരിയുടെ 2,000 രൂപ കൊടുക്കേണ്ടി വരും. ഇതൊക്കെ നിങ്ങൾ തന്നെ കൊടുക്കേണ്ടി വരും, വേറെ ആരുമല്ല. അതുകൊണ്ട് വയത് കഴിഞ്ഞാൽ അതൊക്കെ ഇവിടെ നടക്കും. അപ്പോൾ തൽക്കാലം വയതിൻ്റെ ഇടയിലുള്ള ആ കൊടുത്തി അതവിടെ കൊടുത്താൽ എന്നിട്ട് നമുക്ക് വയതൊക്കെ വരാം. ഞാൻ കൊടുക്കും. എല്ലാവരും കൈ പിടിച്ചോ? എന്നാൽ വയതോടാണ്. കൈ പിടിച്ചില്ലേ? കൈ പിടിച്ചല്ലോ എല്ലാവരും. നഞ്ഞിട്ട് നോക്കി. അപ്പോൾ മനുഷ്യന്റെ ഗുണം എന്ന് പറഞ്ഞത് ഒന്നും എൻ്റെ വാപ്പാന്റെ ഗുണം. ഏതൊരു മനുഷ്യനെ പറ്റി ചോദിക്കുമ്പോഴും ആദ്യം ചോദിക്കുക ആരാവൻ്റെ വാപ്പാന്നാണ്. ഏത് മനുഷ്യനും ചോദിക്കുമ്പോഴും ആദ്യത്തെ ചോദ്യം ആരാണ് വാപ്പ എന്നതാണ്. രണ്ടാമത്തത് ഉമ്മ. സാധാരണ നമ്മൾ പറയുമ്പോൾ ആദ്യം ഉമ്മ എന്നാണ് പറയല്. പക്ഷെ അള്ളാഹുവിൻ്റെ ആദ്യത്തെ ഹൽക്ക് വാപ്പയാണ്, ഉമ്മയല്ല. ഉമ്മക്ക് പ്രാധാന്യം കുറവാന്നല്ല ഈ പറഞ്ഞതിൻ്റെ അർത്ഥം കേട്ടോ. വാപ്പയും തുല്യ പ്രാധാന്യം ഉണ്ട് എന്നറിയിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. അള്ളാഹു ആദ്യം പഠിച്ചിട്ടുള്ളത് വാപ്പാനെയാണ്, ഉമ്മാനല്ല. മനുഷ്യനെ ചേർക്കപ്പെടുന്നത് അവന്റെ പിതാവിലേക്കാണ്. അപ്പൊ അതുകൊണ്ട് ഉമ്മാന്റെ പ്രത്യേകതയാണ് രണ്ടാമത്. ചരിത്രം പരിശോധിച്ചാൽ ചരിത്രത്തിൽ അറിയപ്പെട്ട പല ആളുകളെയും ഉമ്മാരാണ് നോക്കിയത്. സയ്യിദുനാ മുഹമ്മദ് ഇബ്നു ഇദ്രീസ് ശാഫിഈ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. 7ാം വയസ്സിൽ ഖുർആൻ ഹാഫിളായി. 7ാം വയസ്സിൽ ഖുർആൻ ഹാഫിളായ ഒരാളുടെ താരീഖ് നമ്മൾ എപ്പോഴും പറയലുണ്ട്. ഷാഫി ഇമാം അല്ലാതെ തൊട്ടടുത്ത കാലത്ത് വഫാത്തായ ദുൽഹിജ്ജ 25-നായിരുന്നു മഹാനവറുകളുടെ ആണ്ട്. കഴിഞ്ഞ മാസം മുഹറമല്ലോ, ദുൽഹിജ്ജ 25-നായിരുന്നു മഹാനവറുകളുടെ ആണ്ട്. 7ാം വയസ്സിൽ ഖുർആൻ കാണാതെ പഠിച്ച ആൾ ആരായിരിക്കും ചോദിക്കണമെന്നില്ല, ഞാൻ തന്നെ പറയാം. മഹാനായ പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ എന്ന് പറയുന്ന ആൾ. മലയാളം, ഇംഗ്ലീഷ്, ഉറുദു, ഫാരിസി, തമിഴ്, അറബി 6 ഭാഷകൾ സംസാരിക്കാനും എഴുതാനും വായിക്കാനും കഴിവുള്ള ആളായിരുന്നു പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ. ഇന്ന് നമ്മൾ ഒരുപാട് സ്ഥാപനങ്ങളുണ്ടല്ലോ നമുക്ക്. ഏത് ഖുറൈശിക്കാണ് 6 ഭാഷ സംസാരിക്കാൻ എഴുതാനും കഴിയുക? അതാണ് പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ എന്ന് പറഞ്ഞത്. പഴയത് പഴയ തന്നെയാണ്.
സംഗതി സൗകര്യമൊക്കെ ഉണ്ട്. നമുക്കിവിടെ മഹദിയ കോഴ്സ് ഉണ്ട്. കൂട്ടത്തിൽ ഞാൻ പറയാം, നല്ല കോഴ്സാണ്. ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി സംവിധാനിച്ചിട്ടുള്ള സിലബസ് അനുസരിച്ചുള്ള മഹദിയ കോഴ്സ് അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല മാർക്കുള്ള കുട്ടികളൊക്കെ കൊടുനാക്കണം. നമ്മൾ ആദ്യം എടുക്കേണ്ട പല തീരുമാനം അവസാനം എടുക്കും. അത് നമുക്ക് വലിയൊരു അബദ്ധമാണ്. ചില ആദ്യം എടുക്കേണ്ട തീരുമാനങ്ങളുണ്ട്. ഒന്നാമത്തെ കുട്ടി ആൺകുട്ടിയായി, എന്നാൽ നമ്മൾ ഒന്നാമത്തത് ആണല്ലേ, എഞ്ചിനീയർ ആയിക്കോട്ടെ. രണ്ടാമത്തത് അതും ആൺകുട്ടിയാണ്, എന്നാൽ പിന്നെ ഓൻ ഡോക്ടർ ആയിക്കോട്ടെ. മൂന്നാമത്തതും ആൺകുട്ടി തന്നെയാണ്, SLCക്കും തോറ്റിട്ടുണ്ട്, എന്നാൽ പിന്നെ ഓ മൂല്യരായിക്കോട്ടെ എന്ന് നമ്മൾ തീരുമാനിക്കാം. അല്ല, അങ്ങനെയാണ്. മൂല്യരായിക്കോട്ടെ എന്നല്ല തീരുമാനിക്കട്ടോ, ഒന്ന് മയ്യത്ത് സ്കരിക്കാനും ആയിക്കോട്ടെ എന്നാണ് തീരുമാനിക്കുക. ആര്? ഈ SLC തോറ്റ മോനെ ഒന്ന് നിക്കരിച്ചില്ല എന്നല്ല നീ പറഞ്ഞ കേട്ടോ. നമ്മൾ ഓരോ തീരുമാനങ്ങളുടെ ഓരോ രൂപം പറഞ്ഞതാണ്. അതുകൊണ്ട് നല്ല മാർക്കുള്ള കുട്ടികളൊക്കെ കൊടുത്തിട്ട് മഹദിയയിൽ ചേർക്കണം. നല്ല കോഴ്സാണ്. ഭൗതിക മത പഠന സമന്വയ സംവിധാനം ഇന്നത്തെ കാലഘട്ടത്തിൽ വളരെ അനിവാര്യമായ ഒരു രീതിയാണ് സമന്വയ സംവിധാനം എന്ന് പറഞ്ഞത്. അപ്പൊ പഴമക്കാർ, അതാ ഞാൻ പറഞ്ഞത്, പഴമക്കാർ എന്തൊക്കെ പറഞ്ഞാലും പഴമക്കാർ തന്നെയാണ്. പാങ്ങിലാമൂട്ട് മുസ്ലിയാർ എന്നൊക്കെ നമുക്ക് പറയുമ്പോൾ നമുക്കിങ്ങനെ തോന്നും, ഒരു തേക്കാത്ത തുണിയൊക്കെ എടുത്ത്, ഒരു ജുബൊക്കെ എടുത്തെങ്ങാണ്ട് നിറഞ്ഞാത്തൊരു തലകെട്ടൊക്കെ കെട്ടിയിട്ട്, അതൊക്കെയാണല്ലോ നമുക്ക് ഉള്ള ഒരു പാങ്കിൽ. കാരണം നമ്മളെ മനസ്സിലുണ്ടാകുന്ന ഒരു പാങ്ങിലാമൂട്ട് മുസ്ലിയാരെ 7ാം വയസ്സിലെ ഹാഫിളാണ് എന്ന് പറയുമ്പോഴും അങ്ങനെ എന്നായിക്കോട്ടെ. പക്ഷെ നമ്മൾ ഞെട്ടു, എന്ത് 6 ഭാഷകൾ എഴുതാനും സംസാരിക്കാനും വായിക്കാനും കഴിഞ്ഞിരുന്ന ആളാണ് പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ എന്ന് പറയുന്ന ആൾ. കേരളക്കാർക്ക് സ്ഥാപനമെന്നാൽ എന്താണെന്നറിയാത്ത കാലഘട്ടത്തിലാണ് കേരളത്തിൽ താനൂർ ദാറുൽ ഇസ്ലാഹുൽ ഉലൂം അറബിക് കോളേജ് സ്ഥാപിക്കുന്നത്. ഇന്ന് നമുക്ക് സ്ഥാപനം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാം. ഇന്ന് നമുക്ക് സ്ഥാപനം എന്ന് പറഞ്ഞാൽ എന്താന്ന് നമുക്കറിയാം. എങ്ങനെയാണ് വരുമാനം ഉണ്ടാക്കുക എന്നറിയാം. കമ്മിറ്റി എങ്ങനെ ഉണ്ടാക്കാന്നറിയാം. എത്ര വൈസ് പ്രസിഡന്റുമാർ വരെ ആകാമെന്ന് നമുക്കറിയാം. 3 ഭരണഘടനയിൽ വെച്ചാലും സോപ്പ് ഇടാൻ വേണ്ടി 7 വരെ പോകാമെന്ന് നമുക്കറിയാം. പക്ഷെ അതൊന്നും അറിയാത്തൊരു കാലത്താണ് എന്താണ് സ്ഥാപനം, അതെങ്ങനെയാണ് നടത്തേണ്ടത്, അതെങ്ങനെയാണ് സംവിധാനിക്കേണ്ടത് എന്ന് കേരളക്കാർക്ക് അറിയാത്തൊരു കാലത്താണ് പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ താനൂർ ഇസ്ലാഹുൽ ഉലൂം അറബിക് കോളേജ് സ്ഥാപിക്കുന്നത്. കൂട്ടത്തിൽ പറഞ്ഞേ ഉള്ളൂ, ഞാൻ കൂട്ടത്തിൽ പറയേണ്ടതുമാണ്.